ചൈനീസ് വിമൻ ഷവോമി ലോകത്തെ വെല്ലുവിളിക്കുകയാണല്ലോ. എന്താണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ അവസ്ഥ? അതായത് ഈ ചൈനീസ് ഭീമൻ ഷവോമി എന്ന് പറയുന്നത് ചൈനയിലെ ആപ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. ടെക് ഭീമൻ എന്ന് പറയുന്നത് അമേരിക്കയിലെ ആപ്പിൾ ആണല്ലോ. ആപ്പിൾ അതുപോലെ തന്നെ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഷവോമിയാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരു വലിയ യുവാക്കളുടെ പിന്തുണ നേടാൻ സാധിച്ച അവിടുത്തെ ഒരു മൊബൈലിലായിരുന്നു അവർ ആദ്യം കൈവച്ചതെങ്കിൽ പിന്നീട് അവർ കാർ നിർമ്മാണ രംഗത്തേക്ക് വരെ എത്തി എന്നുള്ളതാണ്. അവരുടെ വളർച്ച അത്രത്തോളം എത്തി എന്നുള്ളതാണ് അവർ ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടെക് കമ്പനിക്കാണ് ഈ കാലാനുസൃതമായിട്ടുള്ള നവീകരണവും പുതിയ പുതിയ ആശയങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിക്കാണ് എങ്കിൽ ചൈനയിൽ അത് ഷവോമിക്കാണ്. അവരുടെ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 2014-15 കണ്ടാണ് അവരുടെ ആദ്യത്തെ മൊബൈൽ പുറത്തിറങ്ങുന്നത്. അവരുടെ ആദ്യത്തെ മൊബൈൽ ഉപയോഗിച്ച ഒരാളറിഞ്ഞ. അപ്പം അന്ന് തന്നെ ആപ്പിളിൻ്റെ ടെക്നോളജിയെ വെല്ലുന്ന ഒരു ചൈനീസ് ഫോൺ, അതുവരെ ചൈന ഫോൺ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിന് അത്രയും ഉപയോഗിക്കാൻ സുഗമമല്ലാത്ത ചൈന ഫോണുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്, ഉപയോഗിച്ചിരുന്നത്. നമ്മളെ എക്സ്പീരിയൻസ് അങ്ങനെയായിരുന്നു. പക്ഷേ ഷവോമി വന്നതോടുകൂടി പിന്നീട് നമ്മൾ കാണുന്നത് ആപ്പിളിനെ വെല്ലുന്ന തരത്തിലുള്ള എല്ലാ സ്പെക്കും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മൊബൈൽ ഫോണായിരുന്നു. അന്ന് തന്നെ അത് ചർച്ചയാവുകയും ചെയ്തതാണ്. പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇപ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ വില കുറവുമായിരുന്നു. ആപ്പിൾ പോലുള്ള മറ്റ് പ്രധാനപ്പെട്ട മൊബൈലുകളായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വില കുറവുമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ പെട്ടെന്ന് തന്നെ ചൂടപ്പം പോലെ വിറ്റഴിക്കപ്പെട്ട ഒരു മൊബൈലാണ് ഷവോമി. ഇപ്പോൾ ഷവോമി പറഞ്ഞ അവസാനം MI എന്ന ഒരു ബ്രാൻഡ് നെയിമിലേക്ക് മാത്രം ചുരുങ്ങി. ഇന്ത്യയിൽ തന്നെ ഒരു 10 പേരെ എടുത്തു കഴിഞ്ഞാൽ ഒരു 3 പേരുടെ കയ്യിൽ ഈ MI മൊബൈലായിരിക്കും ഉണ്ടാവുക. അവരിപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ മൊബൈലുകളിൽ നിന്നൊക്കെ മാറിയിട്ട് അവർ ഈ പറഞ്ഞതുപോലെ ഇലക്ട്രിക് കാറുകളുടെ നിർമ്മാണ രംഗത്തേക്ക് എത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് കാർ നിർമ്മാണ രംഗത്തേക്ക് എത്തിയത് അവരുടെ വളരെ പെട്ടെന്നുള്ള ഒരു വളർച്ചയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇലക്ട്രിക് കാർ നിർമ്മാണ രംഗത്തേക്ക് എത്തിയപ്പം അവർ വെല്ലുവിളിക്കുന്നത് ടെസ്ലയാണ്. ഇപ്പോൾ ചൈനക്കാർക്ക് അവരുടെ ആപ്പിളും ഗൂഗിളും ടെസ്ലയും എല്ലാം ഈ പറഞ്ഞതുപോലെ ഷവോമിയായി മാറി എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടുത്തെ ഗവൺമെൻറ് ഈ ഇലക്ട്രിക് കാർ നിർമ്മാണ രംഗത്ത് ഷവോമി കൈ കടത്തിയ സമയത്ത് തന്നെ അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും അവിടുത്തെ ഗവൺമെൻറ് തന്നെ നൽകി എന്നുള്ള ചാർജിങ് സിസ്റ്റത്തിന് വേണ്ട സപ്പോർട്ടാണെങ്കിൽ, ബാറ്ററിക്ക് വേണ്ട സപ്പോർട്ടാണെങ്കിൽ, അപ്പോൾ ആ കാർ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ രീതിയിലുള്ള സഹകരണമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വേണ്ടത് എന്ന് കരുതി കഴിഞ്ഞാൽ അതിന് വേണ്ട സപ്പോർട്ടുകളെല്ലാം തന്നെ അവർ നൽകിയിരുന്നു. ഏകദേശം $35,000 ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാറിൻ്റെ വില. $30,000 ഉണ്ട്. അപ്പം അങ്ങനെ ഈ 2 തരത്തിലാണ് ഇവരുടെ കാർ നിർമ്മാണ രംഗത്ത് അവർ വെറും 3 വർഷത്തിനുള്ളിലാണ് ഈ ചൈനയിൽ ഇത്രയും വലിയ ഒരു വിതരണ ശൃംഖല ഉണ്ടാക്കിയെടുക്കാൻ ഷവോമിക്ക് സാധിച്ചത് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഷവോമിയുടെ കാറുകൾക്ക് വലിയ തോതിൽ ജനപിന്തുണ നേടാൻ ശ്രമിച്ചു, ജനപ്രിയമായി അവരുടെ കാറുകൾ എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ടെസ്ല പോലുള്ള പ്രധാനപ്പെട്ട ലോകത്തെ വമ്പൻ കാർ നിർമ്മാണ കമ്പനികൾ നൽകുന്ന അത്രയും തന്നെ സാങ്കേതിക വിദ്യകളും അത്രയും തന്നെ സൗകര്യങ്ങളും നൽകിക്കൊണ്ട് അത്രയും വിലയില്ലാതെ വില കുറച്ച് ഒരു കാറ് വിൽപ്പന നടത്തി ഷവോമി ചൈനയിൽ ഒരു തരംഗമായി മാറി എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചൈനയിൽ ഷവോമി ഒരു തരംഗമായി മാറുമ്പോൾ അത് ലോകത്തെ വലിയ കാർ നിർമ്മാണ പ്രത്യേകിച്ച് ഇലക്ട്രിക് കാർ നിർമ്മാണ കമ്പനികളെ വെല്ലുവിളിക്കുകയാണ് അവർ. അതായത് ഇത്രയും തുകയ്ക്ക് ഇത്രയും സൗകര്യങ്ങൾ ഉള്ള കാറുകൾ ഞങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നല്, അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് വരുന്ന ഷവോമി നിർമ്മിക്കുന്ന കാറുകൾക്ക് അതിനുവേണ്ട എല്ലാ സ്പെക്കുകളും കൃത്യമായിട്ട് ഉൾപ്പെടുത്തി അതിൽ ഉപയോഗിക്കുന്ന ആളുകളുടെ സുരക്ഷ, അതിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തി ഒരു കാർ നിർമ്മിക്കുമ്പോൾ ലോകത്തെ വമ്പൻ ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായിട്ടുള്ള കമ്പനികളെ അവർ കാണിച്ചു കൊടുക്കുകയാണ് ഇത്ര ചെറിയ ചെലവിൽ നിർമ്മിക്കാം എന്നുള്ളത്. അപ്പം അതിന് ജനപ്രിയത ഏറി എന്നുള്ളതാണ്. അപ്പം വലിയ തോതിൽ ആ കാർ യൂണിറ്റുകൾ വിൽപ്പന നടത്തുന്നു എന്നുള്ളതാണ്. ഏകദേശം 1 ലക്ഷത്തോളം ഈ കാർ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് അവർ മാർക്കറ്റിൽ എത്തിച്ചു എന്നുള്ളതാണ് അവരുടെ വളർച്ചയെ സൂചിപ്പിക്കുന്നത്. പിന്നെ ആപ്പിൾ ലക്ഷ്യമിട്ടത് പൂർണ്ണമായും സ്വയം നിയന്ത്രിക്കുന്ന മനുഷ്യന്റെ ഇടപെടൽ ആവശ്യമില്ലാത്ത ഒരു വിപ്ലവകരമായ കാറായിരുന്നു. പക്ഷേ ഷവോമി അതിനെ പ്രായോഗികമായിട്ട് സമീപിക്കുകയും അവരുടേതായ രീതിയിലുള്ള ഒരു കാർ നിർമ്മിക്കുകയും ഒക്കെ ചെയ്ത് അവർ വിപ്ലവം സൃഷ്ടിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ആപ്പിളിനെ സംബന്ധിച്ചിടത്തോളം ഷവോമിയുടെ അത്ര എത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഷവോമി സ്വീകരിച്ചത് കൂടുതൽ പ്രായോഗികവും യാഥാർത്ഥ്യാധിഷ്ഠിതവുമായ സമീപനമാണ്. അതിൻ്റെ ആദ്യ കാർ SU7 സെഡാൻ ആണ്. അത് ഈ SU7 സെഡാർ മത്സരിക്കുന്നത് പോർഷെ ടൈക്കാനുമായിട്ടാണ്.
അതായത് ഈ കാറിനെ കുറിച്ച് അറിയാവുന്ന അല്ലെങ്കിൽ കാർ ഏറെ ഇഷ്ടപ്പെടുന്ന, കാറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും ഈ SU7 ഷവോമിയുടെ കാറ് ആദ്യം അവർ പോർഷെ ടൈക്കാനുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. അതിൻ്റെ സ്പെക്കുലാരിറ്റീസ് എല്ലാം കാണുമ്പോൾ ഏകദേശം അതുപോലെ ഇരിക്കുന്നു എന്നുള്ളതാണ് ലോകത്ത് പ്രധാനപ്പെട്ട ഈ കാർ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടും കാറിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകളും ഒക്കെ പറയുന്നത്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും വിലകൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ പോർഷയുടെ വില അതിഭീകരമാണ്. ഷവോമിയെ സംബന്ധിച്ചിടത്തോളം അത്ര വിലയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു കാർ കൊണ്ട് നടക്കുമ്പോൾ, ഇപ്പം നമ്മൾ ഇവിടെ ഇന്ത്യയിലാണെങ്കിൽ നമ്മളൊരു കാർ വാങ്ങിക്കുന്നു, അത് ഒരു ഒറ്റ ലുക്കിൽ കൊള്ളാം, ബെൻസ് പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാശ് കുറച്ച് കുറവാണെങ്കിൽ നമ്മൾ ആദ്യം ആ കാറേ വാങ്ങുള്ളൂ. പെട്ടെന്ന് നോക്കുമ്പോൾ ആ റോഡിൽ കൂടെ പോകുമ്പോൾ ബെൻസ് തോന്നുന്നു, ആ ആഡംബരം കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അതിൽ വാങ്ങിക്കും. അതാണ് ഇപ്പോൾ ചൈനയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ പോർഷയുടെ കാറുകളൊക്കെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഷവോമി കാറുകൾ ഇറക്കി. അപ്പോൾ അവരുടെ കാറുകൾക്ക് ജനപ്രിയത കൂടി. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ വില നിർണ്ണയം ടെസ്ല മോഡൽ 3, മോഡൽ Y എന്നിവയുമായിട്ട് നേരിട്ട് മത്സരിക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഉള്ളത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട 2024 ലോകത്തെ മൊത്തം ഇലക്ട്രിക് വാഹന വിൽപ്പന 64% ചൈനയിൽ നിന്നുള്ള വാഹനങ്ങളായിരുന്നു. എങ്കിലും BYD, ടെസ്ല തുടങ്ങിയ ഭീമൻ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഷവോമി ഇപ്പോഴും ചെറുകിട കളിക്കാരനാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ, ടെസ്ലയായിട്ടുള്ള ഇതെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അവർ വമ്പൻ കമ്പനിയാണ്. പക്ഷേ ഷവോമി അവരുടെ ഇത്രയും എത്തിയ വളർച്ച തന്നെ അവരുടെ വലിയ കാര്യമാണ്. ചുരുങ്ങിയ കാലം കൊണ്ടാണ് അവർ ഇത്രയും വളർന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത 15-20 വർഷത്തിനുള്ളിൽ ലോകത്തിലെ മുൻനിര 5 കാർ നിർമ്മാതാക്കളിൽ ഒരാളാവുക എന്നതാണ് ഷവോമിയുടെ ലക്ഷ്യം. പിന്നെ പ്രധാന തടസ്സങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൈനയ്ക്ക് പുറത്തുള്ള വിപണികളിൽ ഉപഭോക്താക്കളെ കണ്ടെത്തൽ അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാന തടസ്സമായിട്ട് മാറിയിട്ടുണ്ട്. ആ ഉപഭോക്താക്കളെ ആകർഷിക്കുക എന്നതാണ് ഇനി ചൈനീസ് നിർമ്മാണ കമ്പനിയായിട്ടുള്ള ഷവോമി ലക്ഷ്യമിടേണ്ടത്. എങ്കിൽ മാത്രമേ അവർക്ക് ഈ പറഞ്ഞതുപോലെ 15-20 വർഷത്തിനുള്ളിൽ ലോകത്തെ പ്രധാനപ്പെട്ട 5 കാർ നിർമ്മാണ ഇലക്ട്രിക് കാറാണ് കേട്ടോ 5 ഇലക്ട്രിക് കാർ നിർമ്മാണ കമ്പനികളോട് മത്സരിച്ച് അവിടെ എത്താൻ അവർക്ക് സാധിക്കുകയുള്ളൂ എന്നാണ്. പിന്നെ വ്യാപാര തടസ്സങ്ങളും ഉയർന്ന താരിഫുകളും, പ്രത്യേകിച്ച് അമേരിക്കയിൽ 100% താരിഫാണ്. ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ വിൽപ്പന നടത്തുമ്പോൾ ഇപ്പോൾ ട്രംപ് താരിഫ് ഉയർത്തിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 100% താരിഫാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ കാർ അവിടെ വിൽപ്പന നടത്തണമെങ്കിൽ 100% നികുതി അടക്കേണ്ടി വരുന്ന ഒരു പ്രശ്നം. അപ്പം അമേരിക്കയിൽ നിന്നുള്ള ആളുകൾ ഈ ചൈനീസ് ഉൽപ്പന്നമായിട്ടുള്ള ഷവോമി എത്രത്തോളം സ്വീകരിക്കും എന്നതിനെക്കുറിച്ച് അവിടെ ഒരു ചെറിയ വെല്ലുവിളി നേരിടുന്നുണ്ട്. പിന്നെ ഈ ഇലക്ട്രോണിക് വാഹനങ്ങളുടെ ഭാവി എന്തായിരിക്കും എന്നതൊരു കാര്യമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അതൊരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ടെന്നുള്ളത്. കാരണം ഷവോമിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൊബൈൽ ആയിക്കോട്ടെ, അവർ ഈ കാലാനുസൃതമായ രീതിയിൽ പുതിയ നൂതന സംവിധാനങ്ങൾ കണ്ടെത്തുന്നു, ആ രീതിയിൽ അപ്ഡേഷൻസ് നടത്തുന്നതാണ് ഷവോമി. മറ്റ് സാംസങ് ആയിക്കോട്ടെ, അവരെക്കാൾ കൂടുതൽ പുതിയ ടെക്നോളജീസ് പരീക്ഷിക്കുന്ന ഒരു കമ്പനിയാണ്, ചൈനീസ് നിർമ്മാണ കമ്പനി കൂടി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അവർ ഈ ഇലക്ട്രിക് കാറുകളുടെ ഭാവി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ ടെക്നോളജികൾ അതിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഇലക്ട്രിക് കാറുകൾക്ക് ഭാവിയില്ല എന്നുള്ളത് പറയാൻ പറ്റില്ല. പുതിയ ടെക്നോളജി, ഇപ്പം ബാറ്ററി ചാർജ് ചെയ്യുന്നത്, ഇപ്പം നമുക്കറിയാം ഇവിടെ നമ്മുടെ നാട്ടിൽ ഓടുന്ന പല കാറുകൾക്കും ബാറ്ററി ചാർജ് ചെയ്യണമെങ്കിൽ ഒരു ഫുൾ ചാർജിലേക്ക് എത്തണമെങ്കിൽ 7 മണിക്കൂർ 8 മണിക്കൂറൊക്കെ ചോദിക്കുന്ന കാറുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ പുതിയ ഒരു ബാറ്ററി ഡെവലപ്പ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഒരു കാറ് കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 20 മിനിറ്റിനുള്ളിൽ ഫുൾ ചാർജ് എന്ന് പറയുന്ന ഒരു ബാറ്ററിയുടെ ഒരു കാറ് നിർമ്മിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് ആവശ്യക്കാർ കൂടുതൽ വരും. അപ്പോൾ ആവശ്യക്കാർ കൂടുതൽ വരുമ്പോൾ അവർക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ അമേരിക്കയിൽ മാത്രമാണല്ലോ 100% താരിഫ് കൊടുക്കേണ്ടത്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം റഷ്യ, UAE കൺട്രീസ്, അപ്പം അവിടെയുള്ള രാജ്യങ്ങളിലൊക്കെ ഈ പറഞ്ഞതുപോലെ ഈ വാഹനത്തിന് ആവശ്യക്കാർ കൂടുതൽ വരും. കാരണം എല്ലാ ആളുകൾക്കും വളരെ പെട്ടെന്ന് കാര്യം നടക്കണം. ഇപ്പം ഇലക്ട്രിക് കാറുകളുടെ സ്വാഭാവികമായിട്ട് അത് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കൂടി വരുന്ന ഇന്ധന വില വർധനവ് കൊണ്ടാണ് നമ്മൾ ഇലക്ട്രിക് കാറുകളെ സ്വീകരിക്കാൻ സാധിക്കും. അപ്പം അവിടെ വരുന്ന ഏറ്റവും പ്രതിസന്ധി പറഞ്ഞാൽ ഈ ചാർജിങ്ങിന് എടുക്കുന്ന ഒരു ടൈമാണ്. ചൈനയ്ക്ക് സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഷവോമിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബാറ്ററി ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അവർക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കുന്നു. ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് ഒരു ഫുൾ ചാർജിലേക്ക് എത്തുന്ന ഒരു ബാറ്ററി അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ അവർക്ക് അതിവിദൂരമായിട്ടുള്ള ഒരു ലക്ഷ്യമല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്ല പോലുള്ള വലിയ കാർ നിർമ്മാണ കമ്പനികൾ, പോർഷെ പോലുള്ള വലിയ കാർ നിർമ്മാണ കമ്പനികൾ, ഈ കമ്പനികളെയൊക്കെ വെല്ലുവിളിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഷവോമി വളർന്നു എന്നുള്ളതാണ് വസ്തുത. അവരുടെ കാറ് ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് എത്താനുള്ള സാധ്യതകളുമുണ്ട്. കാരണം മറ്റ് കാർ നിർമ്മാണ കമ്പനികളെക്കാൾ വില കുറച്ച് വിൽപ്പന നടത്തുന്നു, അതോടൊപ്പം തന്നെ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കുന്നു എന്ന് തന്നെയാണ് ഷവോമിയുടെ കാറും അതുപോലെ തന്നെ ഷവോമിയുടെ മറ്റ് ഉപകരണങ്ങളും എല്ലാം തന്നെ സാധാരണക്കാർ പോലും സ്വീകരിക്കുന്ന തലത്തിലേക്ക് വളർന്നത്.